ഈ ഒരൊറ്റ ക്രെഡിറ്റ് കാർഡ് കൊണ്ട് കഴിഞ്ഞ വർഷം എനിക്ക് 158 പൗണ്ടാണ് ക്യാഷ് ബാക്ക് കിട്ടിയത്. ഇത് മാത്രമല്ല, എൻ്റെ എല്ലാ പർച്ചേസുകളും ഒന്നുകിൽ ക്രെഡിറ്റ് കാർഡ് വെച്ച് അല്ലെങ്കിൽ മോൺസോ ഫ്ലെക്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത്. എല്ലാവരും എന്നോട് പൊതുവെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ വലിയ വള്ളിയല്ലേ എന്ന്. സത്യം പറയാലോ, അല്ല. ശരിക്കും നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിനാൻഷ്യൽ ടൂളാണ് ക്രെഡിറ്റ് കാർഡ്. ക്യാഷ് ബാക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ചിലപ്പോൾ റിവാർഡ് പോയിന്റ്സ് ആയിരിക്കും, എയർപോർട്ട് ലോഞ്ച് ആക്സസ്, അഡീഷണൽ ആൻഡ് എക്സ്ക്ലൂസീവ് ഓഫറുകൾ, ഒത്തിരി നല്ല ഓപ്ഷൻസ് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ശ്രദ്ധിക്കുക, ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഇരുതല വാളാണ്. അതുകൊണ്ട് ഈ വീഡിയോയിൽ ഞാൻ ക്രെഡിറ്റ് കാർഡിന്റെ ഗുഡ് സൈഡും ബാഡ് സൈഡും ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ടാകുന്നതിൻ്റെ ആവശ്യകതയും എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഒരു 10 പോയിന്റ് ആയിട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ക്രെഡിറ്റ് കാർഡ് ഡേഞ്ചറസ് അല്ല എന്ന് പറയുന്നത്. രണ്ടാമത്തത്, നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് എങ്ങനെയാണ് ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. മൂന്നാമത്തത്, നിങ്ങൾക്ക് നിങ്ങളുടെ ബാഡ് ക്രെഡിറ്റ് സ്കോർ ആണെങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും. അടുത്തത്, നിങ്ങൾക്കൊരു വീട് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് സ്കോറിന്റെ ആവശ്യമുണ്ടോ, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്തത്, നമ്മുടെ ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലോ ഉള്ള ക്രെഡിറ്റ് സ്കോർ UK-യിൽ അഫക്റ്റ് ചെയ്യുമോ. പിന്നെ ഇന്ത്യയിൽ കണ്ടുവരാത്ത ഹാർഡ് സെർച്ച് അല്ലെങ്കിൽ സോഫ്റ്റ് സെർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്. പിന്നെ ഈ ബൈ നൗ പേ ലേറ്റർ ഓപ്ഷൻസ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ക്ലാരിനെയൊക്കെ പോലുള്ളത്, അത് നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അടുത്തത്, നമ്മൾ ഫോൺ എടുക്കുമ്പോൾ നമ്മൾ മാനുഫാക്ചറോട് വാങ്ങണമോ ക്യാരിയറോട് വാങ്ങണമോ. ഇത്രയും ടോപ്പിക്സ് ആണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു സീരീസ് ഓഫ് റീൽ ആയിട്ടാണ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. സോ ലെറ്റ്സ് ഡൈവ് ഇൻ ടു ഇറ്റ്. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ക്രെഡിറ്റ് കാർഡ് നിങ്ങളൊരു വലിയ കടബാധ്യതയിലേക്കാണ് നയിക്കുന്നതെന്ന്? ശരിക്കും പറഞ്ഞാൽ ക്രെഡിറ്റ് കാർഡ് അല്ല പ്രശ്നം, നമ്മളത് എങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്മാർട്ടായിട്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിലുള്ള ക്രെഡ് എന്നൊക്കെ പറഞ്ഞൊരു ആപ്പ്, അതൊക്കെ എന്ന് പറഞ്ഞാൽ ദ ബെസ്റ്റ് ആപ്പാണ് അതിന് വേണ്ടി. അതുപോലത്തെ ഒത്തിരി ആപ്സ് മാർക്കറ്റിൽ ഇന്ന് അവൈലബിൾ ആണ്. അടുത്തത്, ക്യാഷ് ബാക്ക് മാത്രമല്ല, നമുക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ്, റിവാർഡ് പോയിന്റ്സ്, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒത്തിരി ഓഫറുകൾ എല്ലാ ക്രെഡിറ്റ് കാർഡിലും കാണും. ഗ്രോസറി മുതൽ ഹോട്ടൽസ് വരെ, അതുപോലെ ഇന്റർനാഷണൽ ഫ്ലൈറ്റ് ടിക്കറ്റിലൊക്കെ ഭയങ്കര ഓഫർ നമ്മൾ കാണാറുണ്ട്. കാട്ടിയൊക്കെ ഏറ്റവും മുകളിലുള്ള ഗുണം സോളിഡ് ആയിട്ടുള്ള ക്രെഡിറ്റ് സ്കോർ നമുക്ക് ബിൽഡ് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ ശ്രദ്ധിക്കണം, ക്രെഡിറ്റ് സ്കോർ പോകാനും ക്രെഡിറ്റ് കാർഡ് മാത്രം മതി. പിന്നെ പൊതുവെ പറഞ്ഞ് കേൾക്കാത്തൊരു ബെനിഫിറ്റ് ആണ് സെക്ഷൻ അണ്ടർ 75 ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. 100 പൗണ്ട് മുതൽ 30,000 പൗണ്ട് വരെയുള്ള പർച്ചേസുകൾ കമ്പനി ബേസ്റ്റ് ആവുക, സാധനം വർക്ക് ആവാതിരിക്കുക, സാധനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുക, സർവീസ് കിട്ടാതിരിക്കുക, ഇതിനുള്ള ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. പക്ഷെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കണം, ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ ഫ്രീ മണി അല്ല, അതൊരു കാർഡിന്റെ ഒരു ബില്ലിംഗ് സൈക്കിൾ വെച്ചിട്ട് അപ് ടു 2 months വരെ കിട്ടുന്ന ഒരു ഷോർട്ട് ടൈം ലോൺ ആണ്. അതുകൊണ്ട് സ്പെൻഡ് ചെയ്യാൻ കാണിക്കുന്ന ഉത്സാഹം നിങ്ങൾ റീപേ ചെയ്യാനും കാണിക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതൊരു ശത്രുവായിട്ട് മാറും. നിങ്ങളുടെ നശി അടക്കുന്ന ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് ബൂസ്റ്റ് ചെയ്യണം. ഈ 5 കാര്യം ചെയ്താൽ മതി. നമുക്ക് എങ്ങനെയാണ് ക്രെഡിറ്റ് സ്കോർ ബൂസ്റ്റ് ചെയ്യുന്നത് നോക്കിയാലോ. ഒന്നാമത്തത് നമ്മുടെ യൂട്ടിലൈസേഷൻ ആണ്. നമുക്ക് നല്ലൊരു ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ട് എങ്കിൽ നമ്മൾ ഒരു കാരണവശാലും നമ്മൾ അതിന്റെ 100%ഓ 80%ഓ ഉപയോഗിക്കുക. ഹെൽത്തി ആയിട്ടുള്ള സ്പെൻഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 to 30% നമ്മുടെ യൂസേജ് നിർത്തുക എന്നുള്ളതാണ്. അതിന് മുകളിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിന് നെഗറ്റീവ് ആയിട്ടായിരിക്കും അത് ഇമ്പാക്ട് ചെയ്യുക. അടുത്ത പേയ്മെന്റ് ഹിസ്റ്ററിയാണ്. എഴുതി വെച്ചോളൂ, ഒരു കാരണവശാലും നിങ്ങൾ ക്രെഡിറ്റ് കാർഡിലെ പേയ്മെന്റ് മിസ് ചെയ്യരുത്. ഇത് 3 തരത്തിൽ നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ഒന്നെന്ന് പറഞ്ഞാൽ മിനിമം ബാലൻസ്, അല്ലെങ്കിൽ മന്ത്ലി ബാലൻസ്, അല്ലെങ്കിൽ ഫുൾ സ്റ്റേറ്റ്മെന്റ് എമൗണ്ട്. അതിനകത്ത് നമുക്ക് മന്ത്ലി ക്രെഡിറ്റ് കാർഡിന്റെ സ്റ്റേറ്റ്മെന്റ് ബാലൻസ് പേ ചെയ്യായിരിക്കും എപ്പോഴും നല്ലത്. പേയ്മെന്റ്സ് എല്ലാം പ്രോപ്പർ ആയതുകൊണ്ട് നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് സ്കോറും അതിൽ ബിൽഡ് ആവും. മൂന്നാമത്തെ കാര്യം ഏജ് ഓഫ് ദ അക്കൗണ്ട് ആണ്. നമ്മൾ വീര്യന്റെ കാര്യം പറഞ്ഞ പോലെ പഴകും തോറും വീര്യം കൂടുന്നതാണ് ക്രെഡിറ്റ് സ്കോർ. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തുടങ്ങിയ ബാങ്ക് അക്കൗണ്ടുകൾ, ക്രെഡിറ്റ് കാർഡുകൾ ഒന്നും തന്നെ ക്ലോസ് ചെയ്യാതിരിക്കുക. അത് മാക്സിമം നമ്മൾ യൂസ് ചെയ്യുക. അടുത്തതായിട്ട് ക്രെഡിറ്റ് മിക്സ് ആണ്. സെക്യൂർഡ് ആയിട്ടുള്ളതും അൺസെക്യൂർഡുമായിട്ടുള്ള ഫിനാൻഷ്യൽ പ്രോഡക്ട്സിന്റെ ഒരു മിക്സ് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ഗുണം ചെയ്യും. മോർഗേജ്, കാർ ലോൺ ഒക്കെ സെക്യൂർ ആയിട്ടുള്ളതിലും ക്രെഡിറ്റ് കാർഡ്, പേഴ്സണൽ ലോൺ എല്ലാം അൺസെക്യൂർഡ് ആയിട്ടുള്ള ക്രെഡിറ്റിലാണ് വരുന്നത്. ഇതിന്റെ എല്ലാം ഒരു മിക്സ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്രോഡക്ട്സ് ആണ് നിങ്ങൾ പർച്ചേസ് ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ, ടു ബി ഫ്രാങ്ക്, അത് നിങ്ങൾക്ക് ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് സ്കോർ ആയിരിക്കും ബിൽഡ് ചെയ്ത് തരിക. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ന്യൂ ആപ്ലിക്കേഷൻ. നിങ്ങൾ ഒരു കാരണവശാലും ബാക്ക് ടു ബാക്ക് ഫിനാൻഷ്യൽ ആപ്ലിക്കേഷൻസ് ഇടരുത്. ഉദാഹരണത്തിന്, ഫോൺ വാങ്ങുന്നതിന് 3-4 വെബ്സൈറ്റുകളിൽ ഹാർഡ് സെർച്ച് ചെയ്യാതിരിക്കുക, ക്രെഡിറ്റ് കാർഡിന് വേണ്ടി ഗ്രീഡി ആയിട്ട് അപ്ലൈ ചെയ്യാതിരിക്കുക, പേഴ്സണൽ ലോണിന് വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾക്ക് ഒരു പ്രാവശ്യം നിങ്ങൾക്കൊരു ഹാർഡ് സെർച്ച് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ഹിസ്റ്ററിയിൽ വർഷങ്ങളോളം കിടക്കും. അടുത്തൊരു ലെൻഡർ നോക്കുമ്പോൾ നമ്മളൊരു അൺസെക്യൂർഡ് ഫിനാൻഷ്യൽ സ്റ്റേജിലാണ് ഉള്ളത് എന്ന് അവർക്കൊരു പിക്ചർ ആയിരിക്കും രൂപപ്പെടുക. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്രെഡിറ്റ് ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഓവർനൈറ്റ് പരിപാടിയല്ല. നമ്മൾ സാധാരണ ഒരു ട്രസ്റ്റ് ഒരാളിൽ എങ്ങനെ ബിൽഡ് ചെയ്യുന്നോ അതുപോലെ തന്നെ ലോങ് ടൈം ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ആ ഒരു പേഷ്യൻസ് എപ്പോഴും കാണിക്കുക. സോ വെയിറ്റ് ഫോർ ദാറ്റ്. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നശിച്ചിരിക്കുകയാണോ, പേടിക്കേണ്ട, അത് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഈ 5 കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നശിച്ചു പോയൊരു ക്രെഡിറ്റ് സ്കോർ നിങ്ങൾക്ക് നന്നാക്കി എടുക്കാം. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, പ്രോപ്പർ ആയിട്ട് നിങ്ങളുടെ ക്രെഡിറ്റ് സെർച്ച് ചെയ്യുന്ന ഏജൻസികളുടെ എല്ലാ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. 3 കമ്പനികളാണ് മെയിൻ ആയിട്ട് UK ക്രെഡിറ്റ് സെർച്ചിന് യൂസ് ചെയ്യുന്നത്: എക്സ്പീരിയൻ, എക്യുഫാക്സ്, ട്രാൻസ് യൂണിയൻ. പക്ഷേ ഒരു 10-20 ഫ്രീ ആപ്പുകളിൽ നമ്മുടെ ക്രെഡിറ്റ്
ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാൻ പറ്റും. 3 ഡേറ്റാബേസിൽ നിന്നായിരിക്കും നമ്മുടെ സ്കോർ എടുക്കുക. അതിനുവേണ്ടി ക്രെഡിറ്റ് കർമ്മയോ മണി സൂപ്പർ മാർക്കറ്റോ ക്ലിയർ സ്കോറോ എന്ത് ആപ്പ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എന്താണ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിന്റെ സിറ്റുവേഷൻ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്കൊരു ഇൻസൈറ്റ് വന്നിട്ടുണ്ടാവും എവിടെയാണ് പ്രശ്നമുള്ളതെന്നുള്ളത്. അത് നിങ്ങൾ പോയി ഇംപ്രൂവ് ചെയ്യാനാണ് അടുത്ത് ശ്രമിക്കേണ്ടത്. ഇതിൽ റോങ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിസ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. വൺസ് നിങ്ങൾ അതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത് ചെയ്യേണ്ടത് നിങ്ങളുടെ മിസ്ഡ് ആയിട്ടുള്ള റീപേയ്മെന്റുകളെല്ലാം വീണ്ടും ട്രാക്കിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. UK നിങ്ങൾക്കറിയാം എല്ലാ ക്രെഡിറ്റ് കമ്പനികളും നമുക്ക് ഫിനാൻഷ്യൽ റീ അറേഞ്ച്മെന്റിനുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കുക. അത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പുതിയൊരു ക്രെഡിറ്റ് കാർഡ് എടുക്കുക എന്നുള്ളതാണ്. ഇനി നിങ്ങൾക്കൊരു ക്രെഡിറ്റ് കാർഡ് ഒന്നും ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പുതിയ ക്രെഡിറ്റിൽ നമ്മൾ ജോയിൻ ചെയ്യുക. അതിൽ അക്വയോ അല്ലെങ്കിൽ ക്യാപിറ്റൽ വണ്ണോ ഒക്കെ പോലെ ഈസി ആയിട്ട് നമുക്ക് ക്രെഡിറ്റ് കിട്ടുന്ന കമ്പനികളുണ്ട്. അവരെ നമ്മൾ അപ്രോച്ച് ചെയ്യുക. വൺസ് നിങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ യൂസേജ് മാക്സിമം കുറച്ച് വെക്കുക. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 30% മുകളിലേക്കുള്ള പർച്ചേസുകളൊന്നും ചെയ്യാതിരിക്കുക. ചിലപ്പോൾ 300-500 പൗണ്ട് ആയിരിക്കും നിങ്ങൾ ടോട്ടൽ ക്രെഡിറ്റ് ലിമിറ്റ് ഉണ്ടാകുന്നത്. നിങ്ങൾ 100 പൗണ്ടിന് താഴെയുള്ള പൈസകൾ മാത്രം അതിനകത്ത് ഉപയോഗിക്കുക. അതുപോലെ ശ്രദ്ധിക്കുക, നിങ്ങൾ ഫുൾ റീപേയ്മെന്റ് ചെയ്യുക. ഫൈനലി ഡോണ്ട് അപ്ലൈ ഫോർ മൾട്ടിപ്പിൾ ക്രെഡിറ്റ് ഓപ്ഷൻസ്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹാർഡ് സെർച്ച് ആയിട്ട് അത് റെക്കോർഡ് ആകും. അത് നിങ്ങളെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ 6 മന്ത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ഇംപ്രൂവ് ആവും എന്നുള്ള കാര്യം ഞാൻ ഉറപ്പ് വരാം. UK വീട് വാങ്ങാൻ ക്രെഡിറ്റ് സ്കോർ വേണം? ഇത് വളരെ കോമൺ ആയിട്ട് കേട്ട് വരുന്ന ഒരു ചോദ്യമാണ്. അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കിയാലോ. വീട് വാങ്ങുന്നതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്രെഡിറ്റ് സ്കോർ. ഇത്രയും വലിയൊരു എമൗണ്ട് വീടിന്റെ മാത്രം പുറത്തല്ല നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളിലുള്ള ഒരു ട്രസ്റ്റിന്റെ കൂടെ പുറത്താണ് ബാങ്കുകൾ നമുക്ക് ഇത്രയും വലിയൊരു എമൗണ്ട് നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ ക്രെഡിറ്റ് സ്കോർ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ 4 UK കമ്പനികൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എക്സ്പീരിയൻ എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ സ്കോർ 1000-ലാണ്. 1000-ൽ 800+ ആയിട്ടുള്ളതിന് അവർ എക്സലന്റ് എന്നും 700 to 800 റേഞ്ചിൽ വരുന്നതിന് ഗുഡ് എന്നും ഒരു 600 to 700 വരുന്നതിന് ഫെയർ എന്നും 600-ന് താഴേക്കുള്ളതിന് പൂർ എന്നുമാണ് കൺസിഡർ ചെയ്യുന്നത്. പൂർ റേഞ്ചിൽ വരുന്ന ആളുകൾക്ക് എന്ത് ഫിനാൻഷ്യൽ പ്രൊഡക്റ്റ് ആണെങ്കിലും കിട്ടുന്നത് വളരെ ദുഷ്കരമായിരിക്കും. നിയർലി കിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഫെയർ റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ അവിടെയും കിട്ടൽ ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. അഥവാ കിട്ടിയാൽ തന്നെ വൺ ഓഫ് ദ ഹയസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റിലുള്ള പ്രോഡക്ട്സ് മാത്രമേ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. അതേസമയം നിങ്ങൾക്ക് ഗുഡ് ക്രെഡിറ്റ് സ്കോർ ആണെന്നുണ്ടെങ്കിൽ റീസണബിളി ബെറ്റർ ആയിട്ട് കൂടുതൽ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ 800-ന് മുകളിലേക്കുള്ള എക്സലന്റ് കാറ്റഗറിയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ദ ബെസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റിലുള്ള നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് മോർഗേജ് ആണെങ്കിലും ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും കാർ ലോൺ ആണെങ്കിലും പേഴ്സണൽ ലോൺ ആണെന്നുണ്ടെങ്കിലും എല്ലാം ഈ ഒരു ക്രെഡിറ്റ് സ്കോറിനെ ബേസ് ചെയ്ത് തന്നെയാണ് വരുന്നത്. ഞാനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5% ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരാൾ കാർ എടുക്കുന്ന ആൾക്ക് കൊടുക്കുന്നതിന്റെ ഓൾമോസ്റ്റ് ഡബിൾ പൈസ ആയിരിക്കും 20%-ലൊക്കെ. ഇതിന്റെ ഒരു ഫാക്ട് അറിയണമെന്നുണ്ടെങ്കിൽ 4% ഇൻട്രസ്റ്റ് റേറ്റിൽ ഒരു 15000 പൗണ്ടിന്റെ കാർ ഒരു 4 ഇയേഴ്സിലേക്ക് വാങ്ങുന്നത് സെയിം ടൈമിൽ 20% ഇൻട്രസ്റ്റ് റേറ്റിൽ സെയിം 15,000-ന്റെ കാർ 4 ഇയേഴ്സിലേക്ക് വാങ്ങുമ്പോഴും തമ്മിൽ നമ്മൾ റീപേ ചെയ്യേണ്ട എമൗണ്ടിന്റെ വ്യത്യാസം മാത്രം നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. നിങ്ങൾ അവർ ഞെട്ടിക്കുന്ന ഒരു ഫിഗർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങൾ മോർഗേജിന് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 6 മാസമെങ്കിലും നിങ്ങളുടെ എല്ലാ ഫിനാൻഷ്യൽസും സ്റ്റേബിൾ ആക്കി വെക്കുക. പുതിയ ലോണുകളോ ഫിനാൻഷ്യൽ പ്രൊഡക്ട്സോ ഈ 6 മന്തിൽ എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ നിലവിലുള്ള കാർഡ് പേയ്മെന്റുകളെല്ലാം മാക്സിമം അടച്ച് ക്ലിയർ ചെയ്ത് വെക്കുക. പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു അഡ്രസ്സിൽ തന്നെ നിങ്ങൾ ജീവിക്കാൻ ശ്രമിക്കുക. അവിടുത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഒന്ന് പേര് ചേർക്കുക. ഇന്ത്യയിൽ എനിക്ക് വളരെ മോശം ക്രെഡിറ്റ് സ്കോർ ആണ്. എനിക്ക് UK വന്നു കഴിഞ്ഞാൽ ക്രെഡിറ്റ് കാർഡോ ലോണോ കിട്ടുമോ? ഇത് പൊതുവെ കേട്ട് വരുന്ന ഒരു ചോദ്യമാണ്. എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്ന് നോക്കിയാലോ. UK പല ക്രെഡിറ്റ് സ്കോർ ഏജൻസികളും ലോകത്തിന്റെ മറ്റ് പല രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ സിവിൽ സ്കോർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ട്രാൻസ് യൂണിയൻ ആണ്. ട്രാൻസ് യൂണിയൻ UK പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഓരോ രാജ്യത്തിനും അതിൻ്റെതായ ഫിനാൻഷ്യൽ സിസ്റ്റംസ് ഉണ്ട്. അത് മറ്റൊരു രാജ്യത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് UAE-ലോ ഓസ്ട്രേലിയയിലോ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ക്രെഡിറ്റ് ഹിസ്റ്ററി നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും UK-ൽ ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററിയെ ബാധിക്കില്ല. അതുകൊണ്ട് ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. മുമ്പ് നമുക്ക് മോശം ക്രെഡിറ്റ് ആയിരുന്നുവെങ്കിൽ UK-ൽ വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രഷ് പേജിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അതേസമയം നിങ്ങൾ വേറെ രാജ്യത്ത് വളരെ നല്ലൊരു ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പെർമനന്റ് ആയിട്ട് മൂവ് ആവുന്നതോടുകൂടി ആ ഒരു ക്രെഡിറ്റ് സ്കോർ ഉപകാരമില്ലാതെ ആയി പോകും. പക്ഷേ നമുക്ക് അവിടെയുള്ള ഒരു ക്രെഡിറ്റ് ഹാബിറ്റ് നമുക്ക് ഇവിടെ യൂസ്ഫുൾ തന്നെയായിരിക്കും. UK-ലേക്ക് റീസെന്റ് മൂവ് ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്, നിങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇമ്മീഡിയറ്റ്ലി നിങ്ങളുടെ പേര് ചേർക്കുക. അതുപോലെ രണ്ടാമത്തേത്, നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുക. ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയിലേക്ക് അത് വരാൻ തുടങ്ങും. പിന്നെ അക്വയ അല്ലെങ്കിൽ ക്യാപിറ്റൽ വണ്ണോ പോലെ വളരെ ഈസി ആയിട്ട് കിട്ടാൻ സാധ്യതയുള്ള ഒരു ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ എടുത്ത് വെക്കുക. ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഉപയോഗപ്പെടും. ഹാർഡ് സെർച്ച്, സോഫ്റ്റ് സെർച്ച്, അതെന്താ സംഭവം? ഈ ഫിനാൻഷ്യൽ കേസസ് പറയുമ്പോൾ എവിടെ പോയാലും നമ്മൾ ആദ്യം കേൾക്കുന്നതാണ് ഈ ഹാർഡ് സെർച്ച് അല്ലെങ്കിൽ സോഫ്റ്റ് സെർച്ച്. അത് എന്താണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇന്ത്യയിലൊന്നും ഇല്ലാത്തൊരു സംഭവമാണ് ഈ ഹാർഡ് സെർച്ച് അല്ലെങ്കിൽ സോഫ്റ്റ് സെർച്ച് എന്ന് പറഞ്ഞൊരു സെറ്റപ്പ്. സെർച്ച് എപ്പോഴാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ കോട്ട് എടുക്കുക അല്ലെങ്കിൽ നമ്മുടെ തന്നെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യുക. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് ഈ സോഫ്റ്റ് സെർച്ച് വരിക. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ലെൻഡേഴ്സിന് അത് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്രെഡിറ്റ് സ്കോറിൽ ഒരു തരത്തിലുള്ള
ഇമ്പാക്റ്റും അതുകൊണ്ട് ഉണ്ടാക്കുകയില്ല. പുതിയ ലെൻഡറിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർക്ക് മനസ്സിലാവില്ല നമ്മൾ ഏതെല്ലാം കമ്പനികളിൽ ട്രൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അതേസമയം ഹാർഡ് സെർച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ആക്ച്വൽ ആയിട്ട് ഒരു ഫിനാൻഷ്യൽ പ്രോഡക്റ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോഴാണ് ഹാർഡ് സെർച്ച് നടക്കുന്നത്. അത് നിങ്ങളുടെ ചെറിയ 100 പൗണ്ടിന്റെ പർച്ചേസ് മുതൽ മോർഗേജ് വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും ഈ ഹാർഡ് സെർച്ച് നടക്കും. അതിന്റെ ഒരു പ്രത്യേകത നമുക്ക് മറ്റ് ലെൻഡേഴ്സിനും അത് വിസിബിൾ ആവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ ഹാർഡ് സെർച്ച് ചെയ്യുമ്പോഴും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറിൽ ഒരു കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഒരു സാധനം വാങ്ങാൻ പോകും, നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചോദിക്കുക സോഫ്റ്റ് സെർച്ച് ആണോ ഹാർഡ് സെർച്ച് ആണോ. നിങ്ങൾ ഫൈനലി ആ പ്രോഡക്റ്റ് വാങ്ങാൻ വില്ലിംഗ് ആണെങ്കിൽ മാത്രം ഹാർഡ് സെർച്ചിനെ കുറിച്ച് പറയുക. അല്ലാത്തൊരു പക്ഷം നിങ്ങളത് സോഫ്റ്റ് സെർച്ച് ആണെങ്കിൽ മാത്രം ചെയ്യിക്കുക. ഹാർഡ് സെർച്ച് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ക്രെഡിറ്റ് സ്കോറിനെ നെഗറ്റീവായിട്ട് ഇമ്പാക്ട് ചെയ്യും. കാറിനെ വെച്ച് പർച്ചേസ് ചെയ്യുന്നത് നല്ലതാണോ അതോ വള്ളിയാണോ? നമുക്ക് നോക്കിയാലോ. കാറിന് മാത്രമല്ല, നിലവിൽ UK-യിൽ ഒരുപാട് ബൈ നൗ പേ ലേറ്റർ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അത് ഉപയോഗിക്കുന്നതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അപ്രൂവൽ വളരെ ഈസിയാണ്. 3 months 6 months അല്ലെങ്കിൽ 1 year പീരീഡിലേക്ക് 0 ഇൻട്രസ്റ്റ് ആയിരിക്കും. നമ്മൾ പ്രോപ്പറായിട്ട് റീപേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ കഥ പറഞ്ഞ പോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? പേയ്മെന്റ് മിസ്സായി കഴിഞ്ഞാൽ ക്രെഡിറ്റ് സ്കോർ 50 താഴെ പോകും. അടുത്തത് പേഴ്സൺ ടു പേഴ്സൺ ആണ്. ഇത്തരത്തിലുള്ള കമ്പനികളെല്ലാം ഒരു ഇമ്പൾസ് ബൈയിങ് ആണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനുള്ള പൊട്ടൻഷ്യൽ വളരെ കൂടുതലാണ്. പിന്നെ മോർഗേജ് പോലുള്ള സിറ്റുവേഷൻസിലേക്ക് ചെല്ലുമ്പോൾ ഒത്തിരി BNPL ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ മോർഗേജ് തരുന്ന ലെൻഡറെ സംബന്ധിച്ചിടത്തോളം നമ്മൾ റിസ്കി കാൻഡിഡേറ്റിന്റെ ഒരു കാറ്റഗറിയിലേക്കായിരിക്കും പോകും. അതുകൊണ്ട് തന്നെ BNPL ഓപ്ഷൻസ് വളരെ കുറച്ച് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പ്രോ ടിപ്പ് നോക്കി കഴിഞ്ഞാൽ സ്ട്രാറ്റജിക്കലി യൂസ് ചെയ്യാം. പിന്നെ എപ്പോഴും ഓർക്കുക ഓൺ ടൈം പേയ്മെന്റ് ഇതിന്റെ കീ ആണ്. ഈ ഐഫോൺ 2022 ഞാൻ വാങ്ങുമ്പോൾ എന്റെ പെർ മന്ത് എനിക്ക് പേയ്മെന്റ് 29 പൗണ്ട് ആയിരുന്നു. ഞാൻ ആപ്പിളിൽ നിന്ന് 0 ഇൻട്രസ്റ്റിലാണ് ഈ സാധനം വാങ്ങിയത്. സെയിം ടൈമിൽ ഞാൻ വോഡഫോണിൽ നോക്കുമ്പോൾ എനിക്ക് 54 പൗണ്ടാണ് പെർ മന്ത് പേയ്മെന്റ് കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഒരു 5 പൗണ്ട് എടുത്തിട്ട് ലെബറയുടെ ഒരു സിം ഞാൻ ഇതിലേക്ക് വാങ്ങിയിട്ടു. ഞാൻ വോഡഫോണിൽ നിന്ന് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ 20 പൗണ്ട് പെർ മന്ത് എക്സ്ട്രാ. അതിൽ എല്ലാ ഏപ്രിലും അവർ റേറ്റ് കൂട്ടുകയും ചെയ്യും. പെർ മന്ത് 20 പൗണ്ട് വെച്ചിട്ട് 24 മന്തിൽ 480 പൗണ്ട്സ് ആണ് ഞാൻ സേവ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണെങ്കിലും ഫോൺ അപ്ഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ ആണെങ്കിലും സാംസങ് ആണെങ്കിലും എല്ലാ കമ്പനികൾക്കും 0 APR ഉള്ള പേയ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. പിന്നെ സിം ഓൺലി കോൺട്രാക്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ 8-10 പൗണ്ടിന് നല്ലൊരു പാക്കേജ് തന്നെ നിങ്ങൾക്ക് എല്ലാ കമ്പനികളിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ ഫോൺ കമ്പനിയിൽ നിന്നാണ് കോൺട്രാക്ട് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും കോൺട്രാക്ട് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏർലി എക്സിറ്റ് ഫീ കൊടുക്കേണ്ടി വരും. പിന്നെ എല്ലാ ഏപ്രിലും അവർക്കൊരു പ്രൈസ് ഹൈക്ക് മസ്റ്റ് ആയിട്ടുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾ ഇനി ഒരു ഫോൺ വാങ്ങാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫോൺ കോൺട്രാക്ട് വിത്ത് സർവീസ് പ്രൊവൈഡർ പോകരുത്. മറിച്ച് നിങ്ങൾക്ക് മാനുഫാക്ചറുടെ അടുത്ത് നിന്ന് 0 APR ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യുക. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്യാൻ അത് ഹെൽപ്പും ചെയ്യും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. നിങ്ങൾക്ക് ഞാനൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് തരുന്നതല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സുമായിട്ട് സംസാരിക്കുക. ആസ് എ കോമൺ മാൻ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.